ഹായ് ശ്രീകണ്ഠ സാർ, നമസ്തേ, നമസ്കാർ. അങ്ങയുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്. എല്ലാ മക്കൾക്കും കാണാനും കേൾക്കാനും നല്ലൊരു കാര്യമാണ്. അതായത് ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു മന്ത്രവാദി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മുത്തച്ഛിമാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ. പണ്ട് വാത ഒഴിപ്പിക്കാനും യക്ഷികളെ ഒഴിപ്പിക്കാനും ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. ഈ മനുഷ്യനെ ഒരു വീട്ടിലെ ഒരു പാടത്തിൻ്റെ നടുക്കൂടെ പോയിട്ട് അങ്ങേ അറ്റത്തെ വീട്, തോടും കടന്ന് വേണം പോകാനേ. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അതായത് പൂജിക്കുമ്പോൾ ഗണപതിക്ക് അവൽ, ശർക്കര, പഴം, കരിക്ക്, നാളികേരമൊക്കെ വെക്കുമല്ലോ. അപ്പോൾ പൂജയെല്ലാം കഴിഞ്ഞ് പ്രേതത്തിനെ പിന്നെ പൊഴിപ്പിച്ചതിന് ശേഷം അവിടുത്തെ പൂജയ്ക്ക് വെച്ച സാധനങ്ങളൊക്കെ പൂജാരി കൊണ്ടുപോയി നാളികേരത്തിൻ്റെ മോടം വെട്ടിയിട്ട് വെള്ളം കുടിച്ചിട്ട് അത് കഷത്ത് വെച്ച്, നാളികേരം കഷത്ത് വെച്ച്, ആ വെട്ടിയ മോടം പുറമോട്ടാന്നിരിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ചൂട്ടും കത്തിച്ചാണ് പാതിരിക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. ചൂട്ടും കത്തിച്ച ആളുകൾ പാടത്തിൻ്റെ നടുക്കോട് ഇങ്ങനെ വരുവാണ്, നടന്നു വരിക. അപ്പം ഊഹൂന്നൊരു സൗണ്ട്. അപ്പോൾ ആൾ വിചാരിച്ച് വേറെ എവിടെ ആയിരിക്കുന്നു. വീണ്ടും കുറച്ചുകൂടെ ആൾ സ്പീഡിലേക്ക് നടന്നു. അപ്പോഴും സൗണ്ട് കൂടുകയെന്ന്, ഹൂഹൂന്ന്. അപ്പോൾ ആൾ വിചാരിച്ച് പ്രേതത്തിനെ പിന്നെ ഒഴിപ്പിച്ചത് ആടെ കൂടെ വരുവാന്നോ എന്ന് പേടിച്ചിട്ട് ആൾ കുറച്ചുകൂടെ നടന്നു. അപ്പോഴും ഹൂഹൂന്ന് ഊതുക. അപ്പോൾ എന്തോ ഊതുന്നത്, ആ കഷത്തിരിക്കുന്ന നാളികേരത്തിലെ നടക്കത്തോറും കാറ്റ് വന്ന് അതിൻ്റെ ഉള്ളിൽ ആകുമ്പോഴാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഇത് ഈ പോർഷൻ അറിയില്ല. എന്താ ചെയ്ത് അയാൾ പിന്നെ ഓടി. അയ്യോ ഞാൻ ഒഴിപ്പിച്ച ബാധ എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞാൽ ഓടി ആൾ വീണ് ആടെ ജീവൻ പോയി. സൗണ്ട് കേട്ട് പേടിച്ചിട്ടേ. എന്താ ചെയ്യുക? അങ്ങൊരു കഥ ഞങ്ങളുടെ മുത്തച്ഛി പറഞ്ഞ് തന്നിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാൽ അറിവുകൾ കുറവാണ് ആൾക്കാർക്ക്.